അപ്പോ കാണാൻ കഴിയും ഈ സാധുക്കളുടെ സമ്പത്ത് അപഹരിച്ചെടുത്തുകൊണ്ട് കരവലയങ്ങളിൽ ഒതുക്കി വെച്ചതാണ് മമ്പുറം ജാറം എന്നത്. എന്നിട്ട് നിങ്ങളാണ് ദീനും ഇസ്ലാമും ഒക്കെ പാടെ നിർത്താനായോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിറ്റങ്ങളൊക്കെ കുറിച്ച് പറയണമെങ്കിൽ എത്ര പറയണം, പറഞ്ഞാൽ തീരൂ. മാത്രമല്ല ഇതിന്റെ ഒക്കെ പുറമെ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലുൽ ആലി, മഹാനുഭാവൻ വിശുദ്ധമായ തൗഹീദിന്റെ പരിശുദ്ധി പരിഭാവനത്വം നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് ഹൃദയങ്ങളിലും ആത്മാവുകളിലും സന്നിവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനതതികളുടെ ഹൃത്തടങ്ങളിൽ ഈമാനിന്റെ ചൈതന്യം പകർന്നേകാൻ വേണ്ടി രംഗപ്രവേശം ചെയ്തപ്പോ ഇവര് ചെയ്തതെന്താ? ഇവരുടെ ഒരു മുഫ്തി ഉണ്ട്, ഒരു പൊന്ന് മൗലിയർ MT അബ്ദുള്ള മുസ്ലിയാർ. അയാള് ചെയ്തതെന്താ? അയാള് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആവർത്തിച്ച് പറയണമെന്നാണ് ഷെയ്ഖ് പറയണത്. അത് ബീജം കുടിക്കുന്നതിന് സമാനമാണ്. ബീജത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാകുന്നത്. ഇനി മനുഷ്യൻ ഉന്നതനാകണമെങ്കിൽ വീണ്ടും ബീജം കുടിക്കണം, ആരോഗ്യവാനാകണമെങ്കിൽ ബീജം കുടിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്നതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലാണ് മുസ്ലിം ആകുക. അഞ്ഞയിൽ പുരോഗതി കിട്ടണമെങ്കിൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ബീജം കുടിക്കുന്നതിന് സമാനമാണ് എന്ന് ഒരു പണ്ഡിത സഭയുടെ ഉത്തരവാദപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു വൃത്തികെട്ടവൻ കേരളത്തിലെ ഈ സമസ്തക്കാരുടെ ആലയത്തിൽ തടിച്ചുകൂടിയ പണ്ഡിതരും പാമരമരും അടങ്ങുന്ന ഒരു ജനസഞ്ചയത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിക്കുമ്പോ അരുത് കാട്ടാള അരുത് എന്ന് പറയാൻ ഒരു കുട്ടി പോലും ഇല്ലാത്ത വിധം ഷണ്ഡീകരിക്കപ്പെട്ട ഒരു വിഭാഗമായി കേരളത്തിലെ ജനസഞ്ചയത്തെ നിങ്ങൾ മാറ്റിയെടുത്തു എന്നുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാക്കി കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തോ ഒരു വിദ്വേഷം. വിശുദ്ധ തൗഹീദിനോടാണ് നിങ്ങൾക്ക് പക. കാരണം എന്താണെന്നറിയുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാക ഏതാകണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടി കൂടിയ യോഗത്തിൽ വെച്ചുകൊണ്ട് ബറേൽവികൾ ഉപയോഗിക്കുന്ന ആ മനോഹരമായ ത്രിവർണ പതാക കൊണ്ടുവന്നുകൊണ്ട് ആ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹത്തായ കലിമ കണ്ടപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയുമോ? നോക്കൂ നിങ്ങൾ, അവരുടെ സത്യസാക്ഷികളാകുക എന്ന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഉപഹാരത്തിന്റെ പേജാണിത്. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുന്നതാ. അതിലുള്ളത് ഒറിജിനൽ കയ്യിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപയോഗിച്ചു വരുന്ന പതാകക്കുമുണ്ട് ബറേൽവികളുമായി അടുത്ത ബന്ധം. ഉത്തരേന്ത്യയിൽ ബറേൽവികൾ ഉപയോഗിക്കുന്ന അതേ പതാകയാണ് കേരളത്തിലെ സമസ്തയും ഉപയോഗിക്കുന്നത് എന്ന വസ്തുത അധികമൊന്നും സമുദായ ശ്രദ്ധ പിടിച്ചുപറ്റാത്തതാണ്. 1963 ഡിസംബർ 29 ബ്രിട്ടീഷുകാരൻ പോയിട്ട് പോലും ബ്രിട്ടീഷുകാരന്റെ പോക്കിന് ശേഷം പോലും ധൈര്യം വീണ്ടെടുക്കാൻ ദീൻ പറയാൻ ധൈര്യമില്ലാത്തവരാണ് സമസ്തക്കാരെന്നല്ലേ ഈ പറയുന്നത്? എന്താ പറയുന്നത്? 63 ഡിസംബർ 29 കാസർഗോഡ് ചേർന്ന സമസ്ത മുഷാവറ യോഗമാണ് ഇന്നത്തെ പതാകക്ക് അംഗീകാരം നൽകിയത്. ബി കുട്ടി ഹസൻ ഹാജി മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ബറേൽവികളുടെ പതാക, അതിലെ ഇനിയാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, അതിലെ ആ പതാകയിലെ സത്യസാക്ഷ്യ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മുദ്രണം ഒഴിവാക്കി അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ബറേൽവികൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നികൾ ഉപയോഗിക്കുന്ന പതാകയിൽ, ത്രിവർണ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹിതമായ കലിമത്ത് തൗഹീദ് എഴുതി വെച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മുഷാവറക്കാർ കൊണ്ടുവന്നിട്ട് ആ മുഷാവറയുടെ പതാകയായി അംഗീകരിക്കാൻ അതിന്റെ ചുവപ്പ് കളർ മാറ്റിയിട്ട് പച്ചയാക്കണം എന്നല്ല, അതിലെ വെള്ള കളർ മാറ്റിയിട്ട് നീലയാക്കണമെന്നല്ല, അതിലെ നീല കളർ മാറ്റിയിട്ട് ചുവപ്പാക്കണമെന്നല്ല പറഞ്ഞത്. മറിച്ച് കളർ ഏതായിരുന്നാലും അതിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന
മുദ്രണം ഒഴിവാക്കിയേ പറ്റൂ എന്ന് തീരുമാനിക്കാനാണ് നിങ്ങൾ മുഷാവറ കൂടിയത്. കഴിഞ്ഞു. കുത്തുബുസ്സമാന്റെ കാലത്ത് ജീവിച്ചുപോയ, ആലി മുസ്ലിയാരുടെ കാലത്ത് ജീവിച്ചുപോയ മഹിതമായ പാരമ്പര്യത്തിന്റെ ആളുകൾ ചെയ്ത പ്രവർത്തനം കുറ്റകൃത്യമാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ച രേഖ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അവസാനം ഈ അടുത്ത് ചെറുശ്ശേരിയോട് ചോദിച്ചു, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളിത്തം കാണുന്നില്ലല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ നിർലജ്ജം അയാൾ പറഞ്ഞത്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തൽ, ആ കക്ഷികളുമായി പോരാട്ടം നടത്തൽ അത് മോശമാണ്, അങ്ങനെ പ്രവർത്തിക്കൽ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞാൽ കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ചെറുശ്ശേരിയുടെ ഭാഷയിൽ മണ്ടൻ, ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ നായകൻ മണ്ടൻ, മാത്രമല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹർ എന്ന് പറയുന്ന ഖാദിരിയ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത മഹാനുഭാവൻ മണ്ടൻ. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ പോരാട്ട വീര്യം പകർന്നുകൊണ്ട് ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ബലിപീഠത്തിൽ ജീവാർപ്പണം നടത്തിയ മഹാമനീഷികൾ മുഴുക്കെ മണ്ടന്മാർ. ആ മണ്ടൻ ഈ മണ്ടന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച ചെറുശ്ശേരി അടക്കമുള്ള സമസ്തയിലെ മണ്ടന്മാർ കൂടിക്കൊണ്ട് പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്ത് ശരിയല്ലെന്ന് പറഞ്ഞതിന് ശേഷം കേരളം മുഴുക്കെ നിങ്ങൾ മണ്ടന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ മസ്അലകളിലേക്ക് ഇൻഷാ അല്ലാഹ് ജംഇയ്യത്തുൽ ഉലമ കടന്നു വരാനിരിക്കുകയാണ്. കേവലം ജുമുഅ ജമാഅത്തിലെ പരാമർശങ്ങൾക്ക് പോലും സുനിശ്ചിതമായ തീരുമാനം പറയാൻ കഴിയാത്ത വിധം വളരെ മോശമായ ചിത്രത്തിലേക്ക് സഭകൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ദാരുണമായ ചിത്രമാണ്. പൂർണ്ണമായും ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് കുത്തുബുസ്സമാൻ വളരെ പ്രസ്പഷ്ടമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നിവിടെ ജംഇയ്യത്തുൽ ഉലമ, ഗൗസിയ ജംഇയ്യത്തുൽ ഉലമ, സുന്നി ജംഇയ്യത്തുൽ ഉലമക്ക് പ്രോദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പ്രസ്ഥാനം സ്ഥാപിച്ചത് കുത്തുബുസ്സമാനാണ്. ഔലിയാക്കന്മാരുടെ അച്ചുതണ്ടായി നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിന്റെ നായകൻ കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി അല്ലാഹുമ്മ മിദ്ദലില്ലഹുൽ അലി മഹാനുഭാവനാണ്. അതേ സമയത്ത് മറുപക്ഷത്തുള്ള പണ്ഡിത സഭ രൂപീകരിച്ചത് സാക്ഷാൽ വൈസ്രോയിയാണ്. കാന്തപുരം മുഷാവറ രൂപീകരിച്ചത് ചെറുശ്ശേരിയുടെ വാക്കുകൾ കടമെടുത്താൽ മേനോനാണ്. മേനോൻ സമസ്ത എന്നാണ് അദ്ദേഹം അവരെ കുറിച്ച് പറയാറ്. നിങ്ങളുടെ സമസ്ത ചെയ്തത്, നിങ്ങളുടെ പണ്ഡിത സഭ ചെയ്തത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ ഈമാൻ പകർന്നേകി ജീവിച്ച് ഈമാനിലായി മരിച്ച മഹത്തുക്കളുടെ കരങ്ങളിൽ നിന്ന്, അവരുടെ കരങ്ങളിൽ ജീവിച്ചിരുന്ന, അവരുടെ നിയന്ത്രണങ്ങളിൽ ജീവിച്ചിരുന്ന മഹാമനീഷികളുടെ നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ പിടിച്ച് സംഘടനയുടെ വളരെ നികൃഷ്ടമായ പ്രതലങ്ങളിലേക്ക് നിങ്ങൾ മാറ്റിപ്പാർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമക്ക് നിർവഹിക്കാനുള്ളത് സംഘടനകളുടെ വ്യക്തി വൈരാഗ്യങ്ങളുടെ പക്ഷപാതിത്വങ്ങളുടെ വളരെ മോശമായ ചിത്രത്തിൽ നിന്ന് ഈമാനിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഉമ്മത്തിനെ കൈപിടിക്കാൻ അവരെ വഴികാട്ടുക എന്ന ഉജ്ജ്വലമായ പ്രവർത്തനമാണ് സുന്നി ജംഇയ്യത്തുൽ ഉലമക്ക്, ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമക്ക് നിർവഹിക്കാനുള്ളത്. നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ? നിങ്ങൾ പ്രഖ്യാപിച്ചത് എന്താ? സമസ്ത ഒരു കാര്യം ശരിയാണ് എന്ന് കണ്ടാൽ ഒന്നും മിണ്ടില്ല, തെറ്റാണെങ്കിൽ വിളിച്ചു പറയും. നിങ്ങളുടെ പ്രത്യേകതയാണത്. സമസ്തയുടെ തെറ്റ് കണ്ടാൽ വിളിച്ചു പറയും, ശരി കണ്ടാൽ മിണ്ടാണ്ടിരിക്കും. പാവപ്പെട്ട ഉമ്മത്തിന് ശരിയുടെ ശരിയായ രേഖ വരച്ചിട്ടുകൊണ്ട് വിജയത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇതാണ് ശരി, ഇതാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരിയുടെ മാർഗത്തിലേക്ക് നയിക്കുകയാണ് ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പണ്ഡിത സഭ നിർവഹിക്കാൻ പോകുന്ന മഹത്തരമായ പ്രവർത്തനം. നിങ്ങൾ ചെയ്തത് തെറ്റുകൾ വിളിച്ചു പറയുക, സത്യത്തിനോട് മൗനം പാലിക്കുക, മിണ്ടാണ്ടിരിക്കുക.
ജമിയത്തുൽ ഉലമ ചെയ്യാൻ പോകുന്ന ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമ ചെയ്യാൻ പോകുന്നത് സത്യം വിളിച്ചു പറയുക. ആരൊക്കെ വിമർശിച്ചാലും, എന്തൊക്കെ പ്രക്ഷോഭണങ്ങൾ ഉണ്ടായാലും, പ്രതികരണങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നാലും, അജയ്യ പ്രതാപശാലിയായ നാഥൻ പഠിപ്പിച്ച ഉജ്ജ്വലമായ ദീനിന്റെ അർത്ഥയാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശുദ്ധരായ ഖുതുബുസ്സമാനിന്റെയും ഖുതുബുസ്സമാൻ നിർദ്ദേശിച്ച മഹിതമായ പാരമ്പര്യത്തിന്റെ പ്രണേതാക്കളായി കഴിയുന്ന അവിടുത്തെ ഖലീഫമാരിലേക്കും ജനങ്ങളെ എത്തിച്ചുകൊണ്ട് ഈമാനിലായി ജീവിച്ച് മരിക്കാനുള്ള പരിഭാഗം നൽകുക എന്നുള്ളതാണ് ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമക്ക് നിർവഹിക്കുവാനുള്ളത്. മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അനുയായികൾക്ക് എന്റെ ശബ്ദം പലയിടങ്ങളിലായി ബൈലെക്സ് മെസ്സഞ്ചറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, സമസ്തയുടെ കാന്തപുരത്തിന്റെ ദക്ഷിണയുടെ സംസ്ഥാനയുടെ ആളുകൾക്ക്, അനുയായികൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, സാധുക്കളെ, പൊതുജനങ്ങളെ, നിങ്ങളെ ഇത്രയും നാൾ പണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നന്നാക്കാൻ, നിങ്ങളുടെ ആത്മാവ് നന്നാക്കാൻ നിങ്ങളുടെ പണ്ഡിത സഭ എന്ത് നിങ്ങൾക്ക് നൽകി? ഞങ്ങൾ തീർത്ത് പറയുന്നു, ഒന്നും നൽകാതെ നിങ്ങളുടെ പണം മാത്രം അപഹരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഷുപ്തിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഈ അർവശലൻ പണ്ഡിത സഭകൾ കേവലം ഇസ്ലാമിക രംഗവേദികളെ മലിനമാക്കുമ്പോൾ പരിശുദ്ധമായ തൗഹീദും ദിക്റും നൽകിക്കൊണ്ട് മനസ്സുകളെ പരിശുദ്ധമാക്കി ആത്മാവുകളെ ഏറ്റവും ചൈതന്യധന്യമാക്കാൻ പര്യാപ്തമായ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള പരിപക്വത ഖുതുബുസ്സമാനിൽ നിന്ന് ആർജിച്ചെടുത്ത പണ്ഡിത തേജസ്സികളാണ് ഈ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് നന്നാക്കാനും ആത്മാവിനെ വിമലീകരിക്കാനുമുള്ള സൂത്രവാക്യമാണ് ഈ പണ്ഡിത സഭയ്ക്ക് നൽകാനുള്ളത്. അതുപോലെ തന്നെ ഇത് പറയുമ്പോ അവസാനമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പണ്ഡിത സഭ, നിങ്ങൾ സംഘടന വേണ്ട എന്ന് പറഞ്ഞവരല്ലേ, പിന്നെന്തിനാ പിന്നൊരു പണ്ഡിത? ഞങ്ങൾ സംഘടന വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സംഘടന പ്രവർത്തനത്തിന് സംഘടനയാവാം, പ്രവർത്തനങ്ങൾക്ക് സംഘടനയാവാം. മഹിതമായ ഖുതുബുസ്സമാൻ നിലകൊള്ളുന്ന മഹിതമായ ത്വരീഖത്തിന്റെ സമ്പൂർണതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ സംഘടനയാവാം. ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സാഹിറുകൾ, സിഹിറന്മാർ അന്ന് കയറിട്ടുകൊണ്ട് പാമ്പിനെ രൂപപ്പെടുത്തിയിട്ട് ആളുകളെ പേടിപ്പിക്കാൻ തുടങ്ങി. ജഗന്നിയന്താവായ തമ്പുരാൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ലോക മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്ന തന്റെ പ്രതിനിധിയെ നിയോഗിച്ചുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഒരു കഷ്ണം വിറകെടുത്തുകൊണ്ട് അവരുടെ ആടിയുലയുന്ന സർപ്പങ്ങൾക്ക് മുമ്പാകെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് സിഹ്റന്മാരുടെ ഫറോവയുടെ സിംഹാസനത്തിൽ വളർന്ന സിഹ്റന്മാരുടെ എല്ലാവിധ തന്ത്രവിദ്യകളെയും നിഷ്പ്രഭമാക്കിയെങ്കിൽ ആധുനിക ലോകത്തിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന്റെ നിറകുടമായി ലോകതലത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകൻ നിങ്ങൾ കൊണ്ടുവന്ന ഓലപ്പാമ്പുകൾക്ക് മുമ്പാകെ കറാമത്തിന്റെ സുന്നി ജമിയത്തുൽ ഉലമ, സുന്നി ജമിയത്തുൽ ഉലമ ഇതാ പുറത്തേക്കിട്ടിരിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന നിങ്ങളുടെ കയറുകൾ, സമസ്ത കയറും, സംസ്ഥാന കയറും, ദക്ഷിണ കയറും, AP KP തുടങ്ങിയ കയറുകളും, എല്ലാ കയറുകളും പുറത്താളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പടം വിടർത്തി നിൽക്കുന്ന സർപ്പങ്ങളാണ് എങ്കിൽ അത് വ്യാജമാണ്, അത് ബലഹീനമാണ്, അത് ദുർബലമാണ് എന്ന് ഖുതുബുസ്സമാൻ നിങ്ങളുടെ മുമ്പാകെ എറിഞ്ഞു തന്നുകൊണ്ട് ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമ നിങ്ങളുടെ മുമ്പാകെ എറിഞ്ഞു തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാലം കഴിയുന്നതിന് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ വിലസുന്ന ഈ അപ്പൂപ്പൻ താടികൾ മുഴുവൻ നിഷ്പ്രഭമായി ഈ
ഈ പത്തി വിടർത്തി നിൽക്കുന്നു എന്ന് ജനങ്ങളുടെ മുമ്പാകെ സിഗറിലൂടെ തോന്നിപ്പിക്കുന്ന ഈ സർപ്പങ്ങളെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് യഥാർത്ഥമായ ദീനിന്റെ ഉജ്ജ്വലമായ സന്ദേശം ഇൻഷാ അല്ലാഹ് സമുത്കൃഷ്ടമായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഏർവാടി ദർഗയിൽ നിന്ന് വന്ന ദർഗാ കമ്മിറ്റി സെക്രട്ടറി മൗലവി സയ്യിദ് ഫാറൂഖ് ആലിം അറൂസി തങ്ങൾ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് فقد قال الله تعالى في القرآن العظيم والفرقان المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وقال نبينا صلى الله عليه وسلم العلماء ورثة الأنبياء كأنبياء من بني إسرائيل أو كما قال. அளவற்ற அருளாளனும் நிகரற்ற அன்புடையவனுமாகிய எல்லாம் அல்ல அல்லாஹ் ஜல்ல ஷானஹு தஆலாவின் திருநாமத்தை கூறிய உரையை ஆரம்பம் செய்கின்றேன். சாந்தியும் சமாதானமும் நமது அருமை பெருமானார் ஈருலக சர்தார் ரசூலை கரீம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் மீதும் அவர்களின் உயர்திரு குடும்பத்தினர் மீதும் சஹாபாக்கள் மீதும் தாபியீன்கள் மீதும் நம்முடைய ஷேக் மஷாயிமார்கள் கௌசுல் ஆலம் முஹியுத்தீன் அப்துல் காதர் ஜிலானி கத்தஸ் நஸ்ருல் அசீஸ் மற்றும் எங்களுடைய ஏர்பாதில் ஆன்மீக அரசாட்சி செய்து கொண்டிருக்கக்கூடிய சுல்தான் சயீத் இப்ராஹிம் ஷஹீத் பாதுஷா நாயகம் ஷஹீத்மார்கள் அவர்கள் மீதும் நாம் அனைவர்கள் மீதும் இறைவனின் அல்லாஹ்வின் சாந்தியும் சமாதானம் என்றென்று உண்டாவதாக. ஆமீன். கண்ணியத்திற்கும் பெரும் மதிப்பிற்குரிய இந்த விழாவின் கதாநாயகன், காலத்தின் கதாநாயகன், குத்துபுஸ் ஜமான் ஷேகுனா யூசுப் சுல்தான் ஷாஹ் காதிரி ஜிஷ்தி ஷேக் நாயம் அவர்களே மற்றும் அவர்களின் ஹலிஃபாக்களே மற்றும் இங்கே திரளாக கூடியிருக்கின்ற ஆலிம் உலமாக்களே மற்றும் சகோதரர்களே, பெரியோர்களே, நாங்கள் ஏர்வாடியிலிருந்து இந்த எர்ணாகுளத்தில் இந்த ஸ்டேடியத்தில் பார்க்கும் பொழுது மிகவும் ஒரு ஆச்சரியத்தோடு ஒரு காட்சியை கண்டோம். எங்கு பார்த்தாலும் உலமாக்களின் ஆலிம்களின் கூட்டம், எங்கு பார்த்தாலும் வெள்ளம் போல் இந்த கேரளா மாநிலத்தில் உள்ள அனைத்து மாவட்டத்திலிருந்தும் கார்களிலும் பஸ்களிலும் ஆலிம்கள் அவருடைய சிரமத்தை கூட பார்க்காமல் இங்கே கூடியிருக்கின்றார்கள். இதை பார்க்கும் பொழுது கண்ணியத்திற்குரிய குத்துபுஸ் ஜமான் ஷேகுனா யூசுப் சுல்தான் ஷாஹ் காதிரி ஷேக் நாயம் அவர்களின் தக்குவா என்று சொல்லக்கூடிய அந்த இறையச்சம் நாங்கள் இங்கே பார்க்கின்றோம். அதுபோன்று இந்த உலமாக்கள் எல்லாம் இங்கே பார்க்கும் பொழுது ஷேக் நாயத்துடைய தவாதா அல்லாஹ் தஆலா திருமறையிலே கூறியிருக்கின்றான், இன்ன அக்ரமக்கும் இன்டல்லாஹி அத்காக்கும், நிச்சயமாக உங்களில் சிறந்தவர்கள், உங்களில் மிக கண்ணியமானவர்கள் அல்லாஹ்வுக்கு தக்வா என்று சொல்லக்கூடிய இறையச்சம் உள்ளவர்கள். அந்த இறையச்சத்தை உங்களுடைய கூட்டத்தை பார்த்து, அந்த ஆலிமுடைய கூட்டத்தை பார்க்கும் பொழுது ஷேக் நாயத்துடைய அந்த இறையச்சம் எங்களுடைய கண்ணுக்கு தெரிகின்றது. அடுத்தபடியாக அவர்களுடைய பணிவை பார்க்கும் பொழுது தவாதா, அந்த பணியை பார்க்கும் பொழுது பெருமானார் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறியிருக்கின்றார்கள், மன் தவாதா ரஃபஅல்லாஹ் வ மன் தகப்பர வலாஅல்லாஹ், யார் பணிவாக நடக்கின்றார்களோ அவர்களை அல்லாஹ் தஆலா உயர்த்துகிறான், யார் பெருமை அடைக்கின்றார்களோ கிப்ராக நடக்கின்றார்களோ அவர்களை அல்லாஹ் தஆலா தாழ்த்துகிறான் என்று பெருமானார் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறியுள்ளார்கள். அந்த ஹதீஸின் அடிப்படையில் பார்க்கும் பொழுது ஷேக் நாயம் குத்துபுஸ் ஜமான்
அவர்களிடத்தில் அந்த தவாதா என்று சொல்லக்கூடிய அந்த பணிவை பார்க்கின்றோம். அல்லாஹ் தஆலா அதன் காரணமாக அவருடைய தரஜாவையும் அவருடைய இந்த மஜ்லிஸையும் கபூல் செய்வானாக. ஆமீன். கண்ணியத்திற்குரியவர்களே, கேரளா மாவட்டத்தில் இவ்வளவு உலமாக்கல் கூட்டத்தை நமது குத்துபு ஜமான் ஷேக் நாயம் அவர்கள் கூட்டியிருக்கின்றார்கள் என்றால் நிச்சயமாக அதற்கு ஒரு காரணம் இருக்கிறது என்பதாக நாங்கள் இப்பொழுது இதுவரை அமர்ந்த இந்த பயான் மூலமாக தெரிந்து கொண்டோம். காரணம், சுன்னத் வல் ஜமாத் உலமாக்கள் மத்தியிலே பல கருத்து வேறுபாடுகள் இருக்கின்றது. சுன்னத் வல் ஜமாத் ஆலிம்களுக்கென்று தரிகாவுடைய கூடிய சுன்னத் வல் ஜமாத் ஆலிம் சபை வேண்டும் என்று நமது ஷேக் நாயம் அவர்கள் விரும்பியிருக்கின்றார்கள். அதை நீங்கள் அனைவரும் ஏற்றுக்கொண்டு அதை அமைத்திருப்பதற்காக இந்த கூட்டத்தை கூட்டியிருக்கின்றார்கள். அல்லாஹு தஆலா இந்த கூட்டத்தை கபூல் செய்வானாக. கியாமத் நாள் வரை கபூல் செய்வானாக. இந்த ஆலிமுடைய வேலைகளை, இந்த உலமாக்களுடைய வேலைகளை தரிகாவுடன் கூடிய தௌஹீத் என்று சொல்லக்கூடிய லா இலாஹ இல்லல்லாஹ் முஹம்மது ரசூலுல்லாஹ் என்ற கலிமா தௌஹீதுடன் கூடிய அந்த தரிகாவுடன் கூடிய சேவையை உங்களிடத்தில் அல்லாஹ் தஆலா வாங்கிக் கொள்வானாக, கபூல் செய்வானாக. அன்பிற்குரியவர்களே, ஒரு மனிதன் முஸ்லிமாக வாழ்வதற்கு பல கோட்பாடுகள் இருக்கின்றது, கடமைகள் இருக்கின்றது. அக்கீதா என்று இருக்கின்றது, அமல் என்று இருக்கின்றது. அக்கீதா என்பது வேறு, அமல் என்பது வேறு. நாம் அமல்களில் நமக்கு 5 கடமைகள் அமல் என்று கட்டாயமாக்கப்பட்டிருக்கின்றது. தொழுகை, நாம் தொழுகையில் சில குறைபாடுகள் இருக்கலாம். அதுபோல நோன்பு வைப்பதில் சில குறைபாடுகள் இருக்கலாம், தவறுகள் இருக்கலாம். அதுபோல ஜக்காத் நமக்கு கடமையாக இருந்தும் அதை கொடுப்பதற்கு நாம் மனது வராமல் சில தவறுகள் செய்திருக்கலாம். அதுபோல ஹஜ் செய்வதற்கு நமக்கு வசதி இருந்தும் ஹஜ் செய்யாமல் இருக்கலாம். இதெல்லாம் அமல். அல்லாஹ் தஆலா நிச்சயமாக மன்னித்து விடுவான். அமலில் குறைபாடு இருந்தால் யாரும் காஃபிர் என்று சொல்ல மாட்டார்கள். அதே நேரத்தில் அக்கீதா என்று சொல்லக்கூடிய கொள்கையில், ஆணிவேரில் தௌஹீத் லா இலாஹ இல்லல்லாஹ் முஹம்மது ரசூலுல்லாஹ் என்ற அந்த கொள்கையில் குறைபாடு இருந்தால் நிச்சயமாக நாம் முஸ்லிமாக வாழ முடியாது. ஏனென்று சொன்னால், ஒரு முஸ்லிமோ அல்லது ஒரு மூமினோ இறந்து கபர் ஷரீஃபிலே வைத்தவுடன் முன்கர் நக்கீர் வந்து நம்மிடத்தில் கேட்பது முதல் கேள்வி, மன் ரப்புக்க, உன்னுடைய இறைவன் யார்? லா இலாஹ இல்லல்லாஹ் என்று நாம் சொல்லிவிடுவோம். அடுத்தபடியாக மன் தீனுக்க, உன்னுடைய மார்க்கம் எது? என்னுடைய மார்க்கம் இஸ்லாம் என்று சொல்லிவிடுவோம். அடுத்தபடியாக கேட்கும் கேள்வி, உமா நபியுக்க, உன்னுடைய நபி யார் என்று கேட்பார்கள். அடுத்தபடியாக சொல்லப்படுகின்றது, நமது நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களுடைய திருமுகத்தை காண்பித்து இவர்கள் யார் என்று கேட்கப்படுகின்றது. அதற்கு நாம் லா இலாஹ இல்லல்லாஹ் முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் என்று சொல்லிவிட்டால் போதும். நாம் நௌமத்தில் அரூஸ், நாம் நீங்கள் தூங்குங்கள், புது மாப்பிளை போல் தூங்குங்கள் என்று மலாயிக்கத்துமார் சொல்லிவிட்டு புறப்படுகின்றார்கள். அன்பிற்குரியவர்களே, நாம் செய்த அமலை கேட்கவில்லை, நாம் செய்யக்கூடிய அமல்களை அங்கே விசாரணை இல்லை. அக்கீதா என்று சொல்லக்கூடிய கொள்கையில் தான் விசாரணை. இப்ப காலத்தில் சுன்னத் வல் ஜமாத் என்று சொல்லிக்கொண்டு அதற்குள்ளேயே பல குழப்பங்கள், குளறுபடிகள். பெருமானார் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறியிருக்கின்றார்கள், என்னுடைய உம்மத்தை 73 கூட்டமாக பிரியும், அதில் 72 கூட்டங்கள் நரகத்திற்கு செல்லும், ஒரு கூட்டம் தான் சொர்க்கத்துக்கு செல்லும் என்பதாக கூறியிருக்கின்றார்கள். அப்பொழுது சஹாபாக்கள் கேட்டார்கள், யார் சொல்லலாம் என்று கேட்கும் பொழுது, அல்லாஹ்வையும் என்னையும் அல்லாஹ்வுடைய ரசூலையும் சஹாபாக்களையும் பின்பற்றின கூட்டம் தான்
என்று பெருமானார் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறினார்கள். பாக்கி 72 கூட்டம் நரகத்துக்கு செல்கின்றது. அது மட்டுமல்லாமல் அன்பிற்குரியவர்களே, தக்கலையில் வாழ்கின்ற மகான் பீர் முகமது அப்பா சொன்னார்கள், கலிமா சொன்னவன் கனல் ஏறி போவது என்று சிங்கி, கலிமா சொன்னவன் நரகத்துக்கு போவது என்று சிங்கி, ஹக்கு ரசூலை ஹசது கொண்டால் போகின்றான் சிங்கா என்று சொல்லியிருக்கின்றார்கள். நாம் கலிமா சொல்லக்கூடிய ஒரு மனிதர் இஸ்லாமிலே இருந்து இஸ்லாமை வாழ்ந்து இறக்கக்கூடிய மனிதர் நரகத்திற்கு ஏன் போகிறான் என்றால், பெருமானார் ரசூல் கரீம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களை ஹசத் என்று சொல்லக்கூடிய பொறாமை வைத்து அவருடைய அந்தஸ்தை குறைத்து மதிப்பிடுவது, அவர்களை சாதாரண மனிதன் என்று சொல்வது, அவுலியாக்களை மண்ணோடு மண்ணாகி போய்விட்டார் என்று சொல்வது, இதை ஹசத் என்று அந்த பொறாமை வைக்கின்ற காரணத்தினால் கலிமா சொன்னவர்கள் கூட நரகத்திற்கு செல்கின்றார்கள். அங்கே அவர்கள் செய்யக்கூடிய அமலை அல்லாஹு தாலா பார்ப்பதில்லை. அவனுடைய அக்கீதா என்ன, நம்முடைய ஹபீப் ரசூலை கரீம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களை எவ்வாறு அவன் நினைக்கின்றான் என்றுதான் பார்க்கின்றார்கள். அன்பிற்குரியவர்களே, நம்முடைய கல்வை சுத்தப்படுத்த வேண்டும் என்றால் எல்லாம் வல்ல அல்லாஹ் ஜல்லஷானஹு தஆலா திருமறையில் கூறியிருக்கின்றான், யூத்தில் ஹிக்மத மையஷா வமை யூத்தல் ஹிக்மத ஃபக்கத் ஊத்திய கைரன் கதீரா. ஞானம் என்று சொல்லக்கூடிய அந்த அறிவு நான் நாடியவருக்குத்தான் கொடுப்பேன். யாருக்கு நான் ஞானத்தை கொடுத்து விட்டானோ அவர் சிறந்தவராக ஆகிவிட்டான் என்று கூறுகின்றான். அப்ப அதே போன்று இப்பொழுது நம்முடைய கண் முன்னால் ஞானம் கொடுக்கப்பட்டவர்கள் குத்துபு ஜமான் ஷேகுநாயம் யூசுப் சுல்தான் ஷா காதிரி ஷேகுநாயம் அவர்களுக்கு அல்லாஹ் தஆலா அந்த ஞானத்தை கொடுத்திருக்கின்றான். நாம் அனைவராலும் மதிக்கப்படுகின்றார்கள். அந்த ஞானத்தை நாம் பயன்படுத்தி கொண்டு அவருடைய அந்த தௌஹீத் என்று சொல்லக்கூடிய அந்த திருவசனத்தை பயன்படுத்தி கொண்டு உலமாக்களாகிய நாம் நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் கூறியிருக்கின்றார்கள், என்னுடைய உம்மத்தில் உள்ள உலமாக்கள் பனி இஸ்ராயேல் நபிமாருக்கு சமம் என்று கூறியிருக்கின்றார்கள். அந்த நபிமாருடைய சேவையை நாம் ஒரு கிராமத்திலையும் ஒரு ஊரிலும் தரிக்காவுடன் கூடிய, அதாவது அல்லாஹ் ரசூல் சஹாபாக்கள் தாபீன்கள் தப தாபீன்கள் மஷாயிஹுமார்கள் என்று சொல்லக்கூடிய அந்த தரிக்கா அந்த சில்சிலாவுடைய கூடிய வழியை நாம் மக்களுக்கு காண்பிக்க வேண்டும். அப்பொழுதுதான் அக்கீதா என்று சொல்லக்கூடிய அந்த கொள்கையில் ஒரு உறுதிப்பாடு ஏற்படும். அப்பொழுதுதான் நாம் ஈடேற்றம் அடைய முடியும். எல்லாம் வல்ல அல்லாஹ் ஜல்லஷானஹு தஆலா நாம் இந்த சபையில் நாம் எதை பேசின்றோமோ, நாம் அல்லாஹ்வுக்கும் ரசூலுக்கும் நமது ஷேக் நாயம் குத்துபு ஜமான் அவர்களுக்கு அல்லாஹ் ஜல்லஷானஹு தஆலா தீர்க்க ஆயுஷையும் ஆஃபியத்தையும் கொடுப்பானாக. மேலும் அவர்கள் செய்கின்ற ஸ்தாபனத்தை கபூல் செய்வானாக. அப்பொழுது ஆரம்பிக்கப்பட்ட சுன்னத்துல் ஜமாத் கௌதியா சுன்னத்துல் ஜமாத் உலமா சபையின் சேவையை அல்லாஹ் தஆலா கபூல் செய்வானாக. நம் அனைவருக்கும் அவருடைய அந்தஸ்தை உயர்த்துவானாக என்று துஆ செய்து சிறிய உரையை நிறைவு செய்கின்றேன். வாஹித் தஅவானா அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദരായ കുത്തുബുസ്സമാൻ ഷെയ്ഖുന തവല്ലല്ലാഹു അംറഹു മഹാനവറുകളുടെ ഖലീഫമാർ, ഈ വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ഇവിടെ സംഗമിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നീണ്ട പ്രസംഗത്തിന് ഇനി സമയം അനുവദിക്കുന്നില്ല. നാം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മുഴുവൻ സംഘടനകളുടെയും ബീഭത്സവും ജുഗുപ്സാവഹവുമായ ചിത്രം മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ അനാവരണം ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മഹാനായ കുത്തുബുസ്സമാൻ നേതൃത്വം നൽകുന്ന
ഔസിയ സുന്നി ജമിയത്തുൽ ഉലമയാണ്. ആ പ്രതീക്ഷ നിറവേറ്റാൻ മഹാനവറുകളോടുകൂടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അർഹമുർ-റാഹിമീന റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരുടെ മഹത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരൊറ്റ വാക്കിലൂടെ തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. മറ്റൊരു ഹദീസിൽ കാണാം, അക്രിമുൽ ഉലമാ ഫഇന്നഹും വറസത്തുൽ അംബിയാ ഫമൻ അക്രമഹും ഫഖദ് അക്രമല്ലാഹ വറസൂലഹു. നിങ്ങൾ പണ്ഡിതരെ ബഹുമാനിക്കണം, കാരണം അവർ പ്രവാചകരുടെ അനന്തരഗാമികളാണ്. ആരെങ്കിലും പണ്ഡിതന്മാരെ ബഹുമാനിച്ചാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ബഹുമാനിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹത്വത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ അമ്പിയാക്കൾക്കുള്ള സ്ഥാനത്തേക്കാൾ വലിയൊരു സ്ഥാനമില്ല. അതുപോലെ തന്നെ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാവുക എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം വേറെ കിട്ടാനില്ല. ഈ നിലക്കുള്ള പണ്ഡിത നിരയായി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. മഹാനായ സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹഹു മഹാനവറുകളുടെ ഒരു ചെറിയ സംഭവം മാത്രം. മഹാനായ കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ, മഹാനവറുകളെ കൈപിടിച്ചുകൊണ്ട് മൈതാനിയിലേക്ക് നടന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു നൽകിയൊരു വസിയത്ത് കാണാം. മൊത്തം ജനസമൂഹത്തെ വിഭജിച്ചുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രിയ ശിഷ്യനോട് ദീർഘമായി നൽകുന്നൊരു വസിയത്ത്. ആ വസിയത്തിൻ്റെ അവസാനത്തിലായിക്കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ബലാ ലാ തഖ്ലുൽ അർളു മിൻ ഖായിമിൻ ലില്ലാഹി ബിഹുജ്ജ. പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാണ്. ആരിഫീങ്ങളായ പണ്ഡിതന്മാർ അവർ കുറ്റിയേറ്റ് പോവുകയില്ല, വംശനാശം സംഭവിക്കുകയില്ല. അല്ലാഹുമ്മ ബലാ ലാ തഖ്ലുൽ അർളു മിൻ ഖായിമിൻ ലില്ലാഹി ബിഹുജ്ജ. അള്ളാഹുവിൻ്റെ ഹുജ്ജത്തുകളായിക്കൊണ്ട് നിലനിൽക്കുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും തന്നെ ഭൂമുഖം അവരെ തൊട്ട് ഖാലിയാവുകയില്ല എന്ന് മഹാനായ കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ആരാണ് ഈ ഹുജ്ജത്തുകൾ? മഹാനായ കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു മഹാനവറുകൾ പറയുന്നു, ഉലായിക ഹുമുൽ അഖല്ലൂന അദദ വൽ അക്രമൂന ഇൻദല്ലാഹി ഖദറ. അവർ എണ്ണത്തിൽ കുറവായിരിക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവരായിരിക്കും. ഹജമ ബിഹിമുൽ ഇൽമു ഇലാ ഹഖീഖത്തുൽ അംർ. അവർ പഠിച്ചത് ശരിക്കും പ്രാവർത്തികമാക്കിയ ആളുകളാണ്. അല്പം പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയ ആളുകളാണ്. മഹാനവറുകളുടെ ജീവിതത്തെപ്പറ്റി നാം ഒരു വേള നാം ഓർത്തു നോക്കുമ്പോൾ ഈ വാക്ക് മഹാനവറുകളെ പറ്റി പരിപൂർണമായും 100% വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സത്യം തേടിയുള്ള യാത്ര. ഫസ്തലാനു മസ്തഅറ മിൻഹുൽ മുതറഫൂൻ. സുഖഭോഗികളായ ആളുകൾ അസാധ്യമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർ പൂ പോലെ സ്വീകരിച്ച ആളുകളാണ്. വനിസു വിമസ്തൗഹശ മിൻഹുൽ ജാഹിലൂൻ. ജാഹിലീങ്ങളായ ആളുകൾ നടക്കാത്ത കാര്യമാണെന്ന് കരുതിയ പല കാര്യങ്ങളും അവർ കൈവരിച്ച ആളുകളാണ്, സ്വീകരിച്ച ആളുകളാണ്. അബ്ദാനുഹും ഫിദ്ദുനിയ. അവർ മറ്റുള്ള പല ആളുകളും പ്രസംഗിക്കുന്നത് പോലെ വേറെ ഏതോ നാട്ടിലോ അല്ല കാട്ടിലോ അല്ല, അവർ ദുന്യാവിൽ തന്നെയാണ്, ജനങ്ങൾക്കിടയിൽ തന്നെയാണുള്ളത്. അർവാഹുഹാ മുഅല്ലഖത്തും ബിൽ മൻദരിൽ അലാ
എന്നാൽ അവരുടെ ആത്മാവുകൾ ഉപരി ലോകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉലായിക ഖുലഫാഉല്ലാഹി ഫീ ബിലാദിഹി, അവരാണ് അള്ളാഹുവിൻ്റെ ഖലീഫമാർ, അവൻ്റെ രാജ്യത്ത് ദീൻ നടപ്പാക്കുന്ന ആളുകൾ. വദുആതുഹു ഇലദ്ദീൻ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്ന ദായികൾ, പ്രബോധകരവരാണെന്ന് മഹാനായ അലിയും കറമുല്ലാഹു വജ്ഹുഹു മഹാനവറുകൾ കുമൈൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു നൽകിയ വസിയത്തിൽ കാണാം. ഇന്ന് മഹാനായ ഷെയ്ഖുന മഹാനവറുകൾ തവ്വലല്ലാഹു ഉംറഹു, അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ഇന്ന് നമുക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്തായിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പറഞ്ഞു ഒരു ബൈത്ത്, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശക്ക മഅറൂഫു മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ ലമാഫാ ഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്ന മാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബുഹു അൻ ഫിറാശിഹി ഇദസ്തസ്കലൽ മുശ്രികൂനൽ മലാജിഉ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫീനാ റസൂലുള്ളാഹി, നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്തായിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലുണ്ട്. യത്ലൂ കിതാബഹു ഇദൻ ശക്ക മഅറൂഫു മിനൽ ഫജ്രി സാത്തിഉ, പ്രഭാതമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ് നമുക്ക് പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കിടയിലുണ്ട്. അറാനൽ ഹുദാ ബഅദൽ അമാഫ ഖുലൂബുന, നമുക്ക് വഴികേടത്തരത്തിലായിരുന്നു, നമുക്ക് ഈ അന്ധകാരത്തിന് ശേഷം വഴികേടത്തരത്തിന് ശേഷം ദുർമാർഗത്തിന് ശേഷം നേർമാർഗം അവിടെ നിന്ന് കാണിച്ചു തന്നു. ഫഖുലൂബുന ബിഹി മൂഖിനാത്തുൻ അന്ന മാ ഖാല വാഖിഉ, അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അത് സുപ്രഭാതം പോലെ പുലരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഹുജ്ജത്ത്. ആ നിലക്കുള്ള ഹുജ്ജത്താണ് നമുക്ക് മുമ്പിൽ മഹാനായ ഖുതുബുസ്സമാൻ ഷെയ്ഖുനാ തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിന് തെളിവ്, സകലത്തിനും തെളിവാണ് നമുക്ക് മുമ്പിൽ മഹാനവറുകൾ. ഇങ്ങനെയുള്ള ആളുകളാണ് ദീൻ നടത്തുന്നത്, അവരാണ് ദീൻ നടത്തിയിട്ടുള്ളത്. വിശദീകരിച്ച് പറയാൻ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ ഹുജ്ജത്തായിക്കൊണ്ട് നിലകൊള്ളുന്ന മഹാന്മാരോടുകൂടെ നിന്ന് നമുക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇസ്മായിൽ ഹക്കി അഫന്ദി റഹ്മഹുല്ലാ തൻ്റെ റൂഹുൽ ബയാനിൽ കാണാം, അവിടെ നിന്ന് പറയുന്നു, വമിൻ ജുംലത്തി കമാലാത്തിൽ അഖ്താബി അല്ലാ യബ്തലിയഹും അല്ലാഹു ബിസുഹബത്തിൽ ജുഹലാ ബൽ യർസുഖുഹും സുഹബത്തൽ ഉലമാഇൽ ഉദബാഇൽ ഉമനാ. മഹാനായ ദാവൂദുൽ കൈസരി റളിയല്ലാഹു അൻഹു വാക്കെടുത്തുകൊണ്ട് മഹാനായ ഇസ്മായിൽ അഫന്ദി റഹ്മഹുല്ലാ ഉദ്ധരിക്കുകയാണ്. കുത്തുബീങ്ങളായ ആളുകളുടെ സമ്പൂർണതയിൽപ്പെട്ടതാണ്. ഒരുപാട് സമ്പൂർണമായ വിശേഷണങ്ങളുണ്ട്, സമ്പൂർണതയുടെ ഘടകങ്ങൾ ഒരുപാടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലാ യബ്തലിയഹുമുല്ലാഹു ബിസുഹബത്തിൽ ജുഹലാ, അവരെ ജാഹിലീങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുകയില്ല. ബൽ യർസുഖുഹും സുഹബത്തൽ ഉലമാഇൽ ഉദബാഇൽ ഉമനാ, നല്ല മര്യാദയുള്ള സംസ്കാരമുള്ള വിശ്വസ്തരായ പണ്ഡിതന്മാരുടെ സമ്പർക്കം കൊണ്ട് അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യും എന്ന്. അക്കൂട്ടത്തിൽ ഈ ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമയെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, ഇനി നിങ്ങളുടെയൊക്കെ ദുആണ് നമുക്ക് ആവശ്യമുള്ളത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഈ പ്രസംഗങ്ങളെക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതത്തിലൊരു സാഫല്യം നേടിയതുപോലെ, കാരണം ഇവിടുന്ന് മഹാനവറുകൾ ഇതേപോലെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ദുആർക്കുമ്പോൾ അതിലും വലിയൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അതിലും വലിയൊരു പ്രസംഗം ഇനി എനിക്കോ ആർക്കും നിർവഹിക്കാനില്ല. ആ ഒരു പ്രാർത്ഥന കൊണ്ട് നമ്മളൊക്കെ ഭാഗ്യവാന്മാരായിരിക്കും. നമ്മളെ കൂട്ടത്തിൽ വന്ന ആളുകൾ, ഈ സമ്മേളനത്തിന് വരാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ,
നമ്മളൊപ്പം വന്ന നമ്മളെ കുട്ടികൾ അവരൊക്കെയും ഭാഗ്യവാന്മാരായിരിക്കുക. അർഹമുർ-റാഹിമീന റബ്ബി നിഅമത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. മഹാനവർക്ക് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ ഓസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ മഹാനവറുകൾ നാമകരണം ചെയ്ത് മഹാനവറുകൾ പ്രഖ്യാപിച്ച ആ പരിശുദ്ധമായ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപന സദസ്സിൽ ഒരുമിച്ചു കൂടാൻ അവസരമുണ്ടായ നാം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടതുണ്ട്. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ അസ്തിത്വവും നിലനിൽപ്പും കരുത്തും എല്ലാം മഹാനായ ഖുതുബുസ്സമാൻ ഷെയ്ഖുന ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ജംഇയ്യത്തുൽ ഉലമയിലെ അംഗങ്ങളിൽപ്പെട്ട ഒരാൾക്ക് പോലും ലോകത്തുള്ള ഏത് പണ്ഡിത സഭയുമായും എന്തെങ്കിലും പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളിൽ സംവദിക്കാനോ ചർച്ച ചെയ്യാനോ ഒട്ടും ഭയമില്ലെന്ന വസ്തുത എൻ്റെ സഹോദരങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇദാ ലഹറത്തിൽ ബിദ്അഉ വ സക്കത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. പുത്തൻ കാഴ്ചപ്പാടുകൾ പ്രകടമാവുകയും പണ്ഡിതൻ മൗനം ദീക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാപം, മലക്കുകളുടെ ശാപം, ലോകത്തുള്ള മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും ശാപം ആ പണ്ഡിതൻ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. പുത്തൻ കാഴ്ചപ്പാടുകളാണ് മുസ്ലിം സമുദായത്തിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, മുസ്ലിം സമുദായത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മുസ്ലിം സമുദായം തന്നെ അറിയാത്ത ഒരു വസ്തുതയായി മാറിയിരിക്കുക. ഇതാണ് യഥാർത്ഥ സുന്നത്തും യഥാർത്ഥ ദീനും എന്ന രൂപത്തിൽ പുത്തൻ കാഴ്ചപ്പാടുകൾ മുസ്ലിം മനസ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന പണ്ഡിത സഭകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നതിന് അള്ളാഹു സ്വീകരിച്ച സംവിധാനം, യഥാർത്ഥ സുന്നത്ത്, മനുഷ്യോൽപത്തി മുതൽ തുടങ്ങിയ സുന്നത്ത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഈമാൻ അള്ളാഹുവിന്റെ ഒരു പ്രതിനിധി മുഖേന ജനങ്ങളിലേക്ക് കൈമാറുക എന്നതാണ്. 85 വർഷം മുമ്പ് അതല്ലെങ്കിൽ 90 വർഷം മുമ്പ് വരെ സംഘടനകൾ, പണ്ഡിത സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് വരെ ലോകത്ത് ആ രൂപത്തിലായിരുന്നു പരിശുദ്ധ ഈമാൻ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ മുസൽമാനും യഥാർത്ഥത്തിൽ സനാതനായിരുന്നു എന്നർത്ഥം. മുസ്ലിം സമുദായം സനാതനായിരുന്നു. അവരെ നിരീക്ഷിക്കാൻ, അവരുടെ ആത്മാവിനേൽക്കുന്ന ക്ഷതങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ട മരുന്നുകൾ നൽകാൻ, അവരുടെ മനസ്സുകൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കാൻ കഴിവുള്ള നേതൃത്വമായിരുന്നു, കഴിവുള്ള രക്ഷിതാക്കളായിരുന്നു ഉമ്മത്തിനുണ്ടായിരുന്നത്. അവരുടെ രക്ഷാകർതൃത്വത്തിന്റെ ആ സത്യസന്ധത കൊണ്ടാണ്, അതിന്റെ മഹത്വം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ പോലും ഈ സമുദായത്തെ
പരാജയപ്പെടുത്തണമെങ്കിൽ ഔലിയാക്കളുമായുള്ള ബന്ധം വിച്ഛേദിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് അവരെ ഔലിയാക്കളാകുന്ന രക്ഷിതാക്കളിൽ നിന്ന് അടർത്തിയെടുത്ത് ആ മുസ്ലിം സമുദായത്തെ അനാഥരാക്കുകയാണ് നിലവിലുള്ള പണ്ഡിത സഭകൾ ചെയ്തതെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന്റെ തിരുനാക്കിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ഗൗസിയ്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ അനാഥരായ മുസ്ലിം സമുദായത്തെ സനാഥരാക്കുന്ന ഒരു വലിയ കൃത്യമാണ് നിർവഹിച്ചതെന്ന് എൻ്റെ ശ്രോതാക്കളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക. ഈ പണ്ഡിത സഭയുടെ 1-ാം ദിനം മുതൽ ലോകാവസാനം വരെ മഹാനവറുകളുടെ തിരുനോട്ടവും മഹാനവറുകളുടെ പ്രത്യേകമായ ശ്രദ്ധയും ഈ പണ്ഡിത സഭക്കും ഈ പണ്ഡിത സഭയുടെ കീഴിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഉണ്ടാകണമെന്ന് വളരെ ഭവ്യതയോടെ, വിനയത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ മഹാനവറുകളോട് അപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും, ലോകത്തുള്ള ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പവിത്രമായ പണ്ഡിത സഭയ്ക്ക് കീഴിൽ അണിചേരണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ വൈകിയ വേളയിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമുക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞു. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഖുതുബുസ്സമാന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിൽ ഗൗസിയ്യ ജംഇയ്യത്തുൽ ഉലമക്ക് ഇന്ന് രൂപം നൽകുകയും ബഹുമാനപ്പെട്ട മഹാനവറുകൾ തന്നെ ഗൗസുൽ ആലമിന്റെ പേരിൽ ഈ മഹത്തായ ജംഇയ്യത്തുൽ ഉലമക്ക് പേര് നൽകുകയും ചെയ്തു. ഗൗസുൽ ആലം എന്ന് അള്ളാഹു തന്നെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിനെ വിളിച്ച് ആദരിച്ച മഹത്തായ നാമമാണ്. അപ്പോൾ ഈ അനുഗ്രഹീതമായ ഈ സംഗമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. മഹാനവറുകൾ അവിടുത്തെ ഉപദേശത്തിൽ വളരെ പ്രധാനമായി നമ്മോട് പറഞ്ഞൊരു കാര്യം, ത്വരീഖത്തില്ലാത്ത, ശൈഖില്ലാത്ത ഒരു ജീവിതം ഏതൊരു മുസൽമാനെ സംബന്ധിച്ചും ഉണ്ടായിക്കൂടാ. ശൈഖിനെ തുടരൽ, ത്വരീഖത്ത് സ്വീകരിക്കൽ ഏത് മുസൽമാനും നിർബന്ധമാണ് എന്ന് മഹാനവറുകൾ അടിവരയിട്ട് ഇവിടെ പറയുകയുണ്ടായി. മൻകാന ഫീ ഹാദിഹി അഅമ വഹുവ ഫിൽ ആഖിറതി അഅമ വഅദല്ലു സബീല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ഭൗതിക ലോകത്ത് ആരെങ്കിലും അന്ധനായി കുരുടനായി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ